ആരായിരിക്കും എമ്പുരാത്ത വില്ലൻ തിരിഞ്ഞിക്കണത്? അമ്മേടെ അടുത്ത് ചോദിച്ചോക്കാം. അമ്മേ, അമ്മ ആരാണ് എമ്പുരാന്റെ വില്ലൻ തിരിഞ്ഞിക്കണത്? നിന്റെ അച്ഛ അവിടെ ഇരിക്കണ്ട പോയി ചോക്കി. എമ്പുരാന്റെ വില്ലന്റെ മനുഷ്യ ഇവിടെ മിളകും മല്ലിയൊക്കെ കഴിഞ്ഞിട്ട് എന്തിനു ചെയ്യണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ അവളെ എമ്പുരാന് തിരിഞ്ഞിക്കണ വില്ലന്റെ വിശേഷം ചോദിച്ചു വരുന്ന. അച്ഛനായിരിക്കും എമ്പുരാന്റെ വില്ലൻ. ചോദിച്ചോക്കാം. ചിലപ്പോ അച്ഛനാണെങ്കിലേ വില്ലൻ. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചോക്കാം. അച്ഛാ, അച്ഛോ, അച്ഛാ, അമ്മ പറഞ്ഞില്ലേ എമ്പുരാനില് ബാക്കിൽ തിരിഞ്ഞിക്കണ വില്ലൻ അച്ഛനാന്ന്? അതൊക്കെ ഞാനുണ്ട്. ഇവിടെ ആരുടെ ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാലിന്റെ വീട്ടില് വാർക്ക പണി ഉണ്ടായിരുന്നില്ലേ അന്നൊരു ദിവസം? എന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുപോ നടന്ന പൊടിയെ കൂലി കളഞ്ഞിട്ട് പുലർച്ചെ 6 മണിക്ക് പോയി അവിടെ വൈകി നിന്നിട്ട് സിനിമ കണ്ടിട്ട് എന്തൊക്കെ കിട്ടണേ? ടിവിയില് വരുമ്പോ കാണാം, അല്ലെ മറ്റേ ഹോട്ട്സ്റ്റാറിലോ വെല്ലയിലൊക്കെ വരുമ്പോ കാണാം. മോഹൻലാല് കാശ് കഴിച്ചിട്ട് മോഹൻലാലിന്റെ കുടുംബത്തിൽ കൊണ്ടുപോകും. നമുക്കൊരു ഗുണമില്ല. തിരിഞ്ഞിക്കണ വില്ലെന്ന് ചോദിച്ചു വന്നാൽ മാറുന്ന കൊച്ചി ടി വേണ്ട. ഞാൻ തിരിഞ്ഞിക്കണമില്ല. ബെസ്റ്റ് ആളെടുത്ത് എമ്പുരാന്റെ കാര്യം ചോദിക്കണം. എന്തിനാന്നറിയാം എമ്പുരാൻ? ലൂസിഫറിന്റെ സെക്കൻഡ് ഭാഗല്ല, അതറിയാലോ. ഒരു ഇടിയും വെട്ടി പോകയുണ്ടാവും. എന്നെ കൊണ്ടുപോയില്ലല്ലോ അച്ഛൻ അഭിനയിക്കാൻ. അച്ഛനല്ലേ പറഞ്ഞു പോകുന്നു. അത് മോഹൻലാലിന്റെ വീട്ടില് കുറച്ച് പണി ഉണ്ടായിരുന്നു, തേപ്പണി ഉണ്ടായിരുന്നു. അപ്പൊ മോഹൻലാല് പൃഥ്വിരാജും കൂടി പറഞ്ഞ ചേട്ടാ ഒന്ന് തിരിഞ്ഞു ഷർട്ടിട്ടുണ്ട്, തിരിഞ്ഞൊന്ന് ഫോട്ടോ എടുത്തോ. ഇതിപ്പോ എന്റെ കുറ്റ അടുത്ത റോളിൽ എന്നെ വിളിക്കണോട്ടാ. അവരെന്റെ ഫോട്ടോ എടുത്തു ഞാൻ വിചാരിച്ച. എന്നിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് തിരിഞ്ഞിട്ടുണ്ടാരെ തിരിഞ്ഞിട്ടുണ്ടാരെ. ഞാനാണ് മതി ആ കൊച്ചി ടി വിയിൽ ഞാൻ പോവാ. ഓ, എന്നിട്ടത് ബെസ്റ്റ് ആളെടുത്ത് ചോദിക്കണേ. അച്ഛനെ പിള്ളേരെ എല്ലാവരുടെ അടുത്തും പറയാം. ശരിക്കും അച്ഛനാണോ? ആയിരിക്കും. അമ്മ എമ്പുരാന്റെ വില്ല അച്ഛൻ നേടിയാണ്. നിന്റെ അച്ഛൻ പറ്റിയ മുഖം വില്ലനാക്കാൻ പറ്റിയത് ആരാ പറഞ്ഞത്? അച്ഛൻ തന്നെ പറഞ്ഞതാ. അച്ഛൻ ഓരോ പുളു പറയാനും വിശ്വസിക്കുക അച്ഛന്റെ മോളും. അച്ഛൻ മാർക്ക് മണിക്ക് പോയപ്പോ മോഹൻലാല് പറഞ്ഞു തിരിഞ്ഞു. അപ്പൊ അച്ഛനെ ഫോട്ടോ എടുത്തു. ഭാഗ്യം തിരിഞ്ഞ ഫോട്ടോ എടുക്കല്ല, അടിപൊളിയായിരിക്കും. അല്ല ഈ നിലയ്ക്ക് പോവാണെങ്കിൽ ഈ വീട്ടിലത്തെ വില്ല ഞാനും എമ്പുരാനും നിന്റെ അച്ഛനാവും. ഈ നിലയ്ക്ക് കൊച്ചു ടി വി കാണല്ലേ? ഇവിടെ 100 കാര്യങ്ങളുണ്ട് ഈ വീട്ടില്. ആ കാര്യങ്ങളൊന്നും നോക്കാണ്ട് പോയി കൊച്ചു ടി വി കാണാം. പിന്നെ പിള്ളേരെ അടുത്ത് തള്ളലും. എന്തിന് നിനക്കൊരു പുച്ഛം? ഞാൻ എമ്പുരാലത്ത് വില്ലെന്ന് പറഞ്ഞപ്പോ എന്ത് പുച്ഛം? എന്താ നിനക്കൊരു പുച്ഛം? ഞാൻ മോഹൻലാലിന്റെ വീട്ടിൽ പണിക്ക് പോയത് ഓർമ്മയില്ല? മതിലുമേ ചെറിയൊരു ഓട്ട കാർ ഇടിച്ചിട്ട് മോഹൻലാലിന്റെ BMW ലാൻഡ് ക്രൂസർ എന്നിട്ടാണ് ഇടിച്ചിട്ട് ഓർമ്മയുണ്ട പൊടിക്ക്? 5 മാസം മുമ്പ് അന്ന് മോഹൻലാൽ ഒരു കോട്ട് എടുത്തിട്ട് പറഞ്ഞു, കാരണം ഈ കോട്ട് ഇടുന്നിട്ട് തിരിഞ്ഞിക്കാൻ. എനിക്കറിയാം ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മോഹൻലാൽ ഇതിലിടുന്നു. ഇന്നിപ്പോ എത്രാം തീയതി? ഇന്നിപ്പോ 24 25 തീയതി. 2 ദിവസം കൂടി കഴിഞ്ഞ പടം ഇറങ്ങില്ലേ? ഒരു ദിവസത്തെ പണിക്കൂലി പോയാലും കുഴപ്പമില്ല. നിങ്ങളെ കൊണ്ട് കാണിച്ച് തിരിഞ്ഞു നിന്നിട്ട് ക്യാമറ മുമ്പേ കൊണ്ടുവന്നില്ലേ പിന്നെ ഞാനല്ലാന്ന് പറയായിരിക്കോട്ടാ. എന്റെ അടുത്ത് തിരിഞ്ഞൊന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളൂ, മനസ്സിലായ? 27-ാം തീയതി 6 മണിക്ക് ഞങ്ങളുടെ പടം. 5 മണിക്ക് എനിക്ക് അമ്മയും മോള് കുളിച്ചു നിന്നു. വെറുതെ ഒരു കലാകാരനെ ഉയർത്തിക്കൊണ്ടിരുന്നത് കുടുംബത്തെ നശിപ്പിക്കാനാ. ക്യാമറ മുമ്പിലേക്ക് വന്നില്ലെങ്കിൽ എന്നെ കുറ്റം പറയായിരിക്കോട്ടാ. വളർന്നു വരുന്ന ഒരു കലാകാരൻ ചവിട്ടി താത്താൻ പറ്റിയ കുടുംബം പിന്നെ എങ്ങനെയാ എന്റെ കല ഉയർന്നു വരാ? 27-ാം തീയതി 6 മണിക്ക് കാഞ്ഞാണി ബ്രഹ്മകുളം അല്ലെങ്കിൽ സിംല. ഓക്കെ, ആ സംശയം തീർത്തിട്ട് തന്നെ ബാക്കി കേസ്. 2-3 വേഷം വേറെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൂര്യയുടെ കൂടെയും വിക്രമിന്റെ കൂടെ അല്ലു അർജുന്റെ കൂടെ ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അത് പുറത്തേക്ക് വിടാണ്ട. കമലഹാസൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നാടി സ്വന്തം കുടുംബത്തെ തന്നെ ഇതുപോലെ താത്തികെട്ടി എങ്ങനെ ഒരു കലാകാരൻ വളർന്നു വരാ? ഇതുപോലെ കലാകാരൻ വളരണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നീ കണ്ടോ? 27-ാം തീയതി കണ്ടോ?
ഫേസ്ബുക്ക് തുറന്നു നോക്കിയാ തിരിഞ്ഞിക്കണമില്ലാര. യൂട്യൂബ് എടുത്ത് നോക്കി തിരിഞ്ഞിക്കണമില്ലാര. 26-ാം തീയതി കാണും ഈ ഞാനാണ് ആ വില്ലെന്ന്. ഓക്കെ. അന്ന് ഈ ലോകം കേരളനെ ഉയർത്തിപ്പാടും. ചേട്ടനായിരുന്നു തിരിഞ്ഞിക്കണമില്ലെന്ന് ചോദിച്ചിട്ട് നോക്കിക്കോ.